സമ്പത്തിന്റെ അടിത്തറയിൽ ലോകമെമ്പാടും കണക്കാക്കപ്പെടുന്ന ലോഹമാണ് സ്വർണം. ഇന്ത്യയിൽ നിക്ഷേപകർക്കും സാധാരണക്കാർക്കും ഇത് വൈകാരികവും സാമ്പത്തികവുമായ സുരക്ഷയുടെ പ്രതീകമാണ്. സമീപകാലത്ത് സ്വർണ്ണവിലയിൽ ഉണ്ടായ കുതിച്ചുചാട്ടം, പ്രത്യേകിച്ച് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ 10 ഗ്രാമിന് 1 ലക്ഷം രൂപ എന്ന നാഴികക്കല്ല് പിന്നിട്ടത് ഈ ലോഹത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ 2026 സ്വർണത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾക്കും പ്രവചനങ്ങൾക്കും വലിയ പ്രശസ്തി കൈവന്നിരിക്കുകയാണ്. ഈ പ്രവചനങ്ങളും സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളും പലപ്പോഴും ഒരുമിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. 2026 പ്രവചിക്കപ്പെട്ട ഒരു സാമ്പത്തിക പ്രതിസന്ധിയും സ്വർണത്തിന്റെ വിലയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ ഏറെ പ്രധാനമാണ്. 20ാം നൂറ്റാണ്ടിലെ പ്രശസ്ത ബർഗേളിയൻ പ്രവാചകനായ ബാബ വംഗയുടെ വാക്കുകൾ വ്യാഖ്യാനിക്കുന്നവർ 2026 ലോകം വലിയ ക്യാഷ് ക്രഷ് നേരിടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഒരു വലിയ ബാങ്കിംഗ് തകർച്ചയോ പണലഭ്യതയിലെ ഗുരുതരമായ പ്രശ്നങ്ങളോ പരമ്പരാഗത സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകിടം മറിച്ചേക്കാം എന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരം സാമ്പത്തിക തകർച്ചകൾ ഉണ്ടാകുമ്പോൾ നിക്ഷേപകർ ഒരു സുരക്ഷിത താവളം തേടാറുണ്ട്. കറൻസിയുടെ മൂല്യം ഇടിയുമ്പോഴും ബാങ്കിംഗ് സംവിധാനങ്ങൾ പരാജയപ്പെടുമ്പോഴും അന്താരാഷ്ട്രപരമായ മൂല്യം അംഗീകരിക്കപ്പെട്ട ആസ്തി എന്ന നിലയിൽ സ്വർണത്തിന് എന്നും പ്രശസ്തിയുണ്ട്. ഗ്രേറ്റ് ഡിപ്രഷൻ 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ മുൻകാല പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്വർണ്ണവില 20% മുതൽ 50% വരെ വർദ്ധിച്ച ചരിത്രമുണ്ട്. ബാബ വംഗയുടെ പ്രവചനം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ 2026 സ്വർണത്തിന് സമാനമായ ഒരു കുതിപ്പ് പ്രതീക്ഷിക്കാം. എന്നാൽ ഇത്തരം സാധ്യതകളെ വിലയിരുത്തേണ്ടത് കേവലം പ്രവചനങ്ങളെ ആശ്രയിച്ചല്ല, മറിച്ച് യഥാർത്ഥ സാമ്പത്തിക കാരണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഈ പ്രവചനങ്ങൾക്കപ്പുറം നിലവിലെ ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ തന്നെയാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം. ആഗോള സാമ്പത്തിക അസ്ഥിരതയുടെ ഭയം വർദ്ധിപ്പിക്കുന്ന നിരവധി ഘടകങ്ങൾ നിലവിലുണ്ട്. വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ ആഗോള സാമ്പത്തിക ക്രമത്തെ ബാധിക്കുന്നു. പണപ്പെരുപ്പം, അതായത് നിയന്ത്രണാതീതമായ വിലക്കയറ്റം കറൻസിയുടെ വാങ്ങൽ ശേഷി കുറയ്ക്കുന്നു. യുദ്ധ സാധ്യതകളും മറ്റ് അന്താരാഷ്ട്ര സംഘർഷങ്ങളും സാമ്പത്തിക രംഗത്ത് അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു. ലോകത്തിലെ പ്രധാന സാമ്പത്തിക വ്യവസ്ഥകൾ നേരിടുന്ന സാമ്പത്തിക തളർച്ച നിക്ഷേപകരിൽ ആശങ്കയുളവാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ സ്വർണം ഒരു ഹെഡ്ജായി പ്രവർത്തിക്കുന്നു. അതായത് ഓഹരി വിപണി പോലുള്ള മറ്റ് നിക്ഷേപങ്ങൾക്ക് നഷ്ടം സംഭവിക്കുമ്പോൾ അതിനെതിരെ ഇൻഷുറൻസ് പോലെ സംരക്ഷണം നൽകാൻ സ്വർണത്തിന് കഴിയുന്നു. ഇതിനെല്ലാം പുറമെ ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ വലിയ തോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു. സാമ്പത്തിക അസ്ഥിരതയോ യുദ്ധമോ ഉണ്ടാകുമ്പോൾ സ്വന്തം കറൻസിക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു റിസർവ് ആസ്തിയായാണ് അവർ സ്വർണത്തെ കണക്കാക്കുന്നത്. ഈ ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ സ്വർണ്ണവിലയിൽ ഒരു വലിയ കുതിപ്പിനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ബാബ വംഗയുടെ പ്രവചനത്തെ നിലവിലെ സാമ്പത്തിക വിശകലനവുമായി ബന്ധിപ്പിക്കുമ്പോൾ 2026 ഒരു പ്രതിസന്ധി ഉണ്ടായാൽ സ്വർണ്ണവിലയിൽ 25% മുതൽ 40% വരെ വർധനവ് പ്രതീക്ഷിക്കാം. ഈ കണക്കുകൾ അനുസരിച്ച് 10 ഗ്രാം സ്വർണത്തിന് വരാൻ സാധ്യതയുള്ള വില അടിസ്ഥാന വില 1 ലക്ഷം ആണെങ്കിൽ 25% വർധനവ് എന്ന് പറയുമ്പോൾ 2026 പുതിയ വില 1,25,000 ആവും. പ്രതീക്ഷിക്കാവുന്ന വർധനവ് 40% ആണെങ്കിൽ 2026 1,40,000 രൂപയാവും 10 പവന് വില. ഇനി അടിസ്ഥാന വില 1,30,000 രൂപയാണെങ്കിൽ 40% വർദ്ധിക്കുമ്പോൾ 10 പവന് 1,82,000 ആവും. പ്രമുഖ വിശകലന വിദഗ്ധരുടെ കണക്കുകൾ പ്രകാരം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ 2026 ദീപാവലിയോടെ, അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇന്ത്യയിൽ 10 ഗ്രാം സ്വർണത്തിന് 1,62,500 മുതൽ 1,82,000 വരെ വിലയെത്താൻ സാധ്യതയുണ്ട്. ഈ കണക്കുകളൊക്കെ യാഥാർത്ഥ്യമായാൽ അത് ഇന്ത്യൻ വിപണിയിൽ തന്നെ ഒരു പുതിയ റെക്കോർഡായിരിക്കും. ഇന്ത്യയിൽ സ്വർണം കേവലം നിക്ഷേപം മാത്രമല്ല, മറിച്ച് ആചാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും അവിഭാജ്യ ഘടകമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളിൽ ഒന്നാണ് ഇന്ത്യ. വിവാഹം പോലുള്ള ചടങ്ങുകൾക്ക് സ്വർണം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായതിനാൽ വില എത്ര ഉയർന്നാലും അതിന് പ്രാധാന്യം കുറയുന്നില്ല. ഉയർന്ന വില നിലവാരം സാധാരണക്കാരനെ സ്വർണം വാങ്ങുന്നതിൽ നിന്ന് താൽക്കാലികമായി പിന്തിരിപ്പിച്ചേക്കാം. എന്നാൽ വിവാഹ സമ്മാനം പോലുള്ള ദീർഘകാല ആവശ്യങ്ങൾക്കുള്ള ഡിമാൻഡ് കുറയാൻ സാധ്യതയില്ല. വില വർദ്ധിക്കുന്നതോടെ ഉപഭോഗത്തിന്റെ അളവിൽ കുറവ് വന്നേക്കാം. പക്ഷേ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർണത്തിന്റെ പ്രാധാന്യം ഇന്ത്യൻ സമൂഹത്തിൽ വർദ്ധിക്കുകയുള്ളൂ. ഈ ഒരു സാംസ്കാരിക പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ തന്നെ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ സ്വർണത്തെ എങ്ങനെ വിവേകപൂർവ്വം നിക്ഷേപിക്കണം എന്നതിനും പ്രാധാന്യമുണ്ട്. സ്വർണ്ണവിലയെക്കുറിച്ചുള്ള പ്രവചനങ്ങളും ഊഹാപോഹങ്ങളും വർദ്ധിക്കുമ്പോൾ നിക്ഷേപകർ വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കേവലം പ്രവചനങ്ങളെ മാത്രം ആശ്രയിക്കാതെ നിങ്ങളുടെ മൊത്തം നിക്ഷേപത്തിന്റെ ഒരു ചെറിയ ഭാഗം, ഏകദേശം 10% മുതൽ 15% വരെ മാത്രം സ്വർണത്തിൽ നിക്ഷേപിക്കുക.
ഡിജിറ്റൽ സ്വർണത്തിന് മുൻഗണന നൽകുക. അതായത് ആഭരണങ്ങൾ വാങ്ങുന്നതിന് പകരം നിക്ഷേപ ആവശ്യങ്ങൾക്കായി ഡിജിറ്റൽ രൂപത്തിലുള്ള സ്വർണത്തിന് പ്രാധാന്യം നൽകുക. ബാബ വങ്കയെ പോലുള്ളവരുടെ പ്രവചനങ്ങളെക്കാൾ യഥാർത്ഥ സാമ്പത്തിക സൂചികകൾ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുക. ആഗോള പണപ്പെരുപ്പ നിരക്ക്, US ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് നയങ്ങൾ, ഭൗമരാഷ്ട്രീയ സംഭവ വികസനങ്ങൾ എന്നിവ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. 2026 സ്വർണ്ണവില പുതിയ റെക്കോർഡുകൾ ഭേദിക്കുമോ എന്ന പ്രവചനം യാഥാർത്ഥ്യമാകുമോ എന്നത് വരും മാസങ്ങളിലെ ആഗോള സാമ്പത്തിക മുന്നേറ്റങ്ങളെ ആശ്രയിച്ചിരിക്കും. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ആഗോള സാമ്പത്തിക രംഗത്ത് അനിശ്ചിതത്വം നിലനിൽക്കുന്ന കാലത്തോളം സ്വർണത്തിന് ഒരു സുരക്ഷിത താവളം എന്ന പദവിക്ക് കോട്ടം തട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു മാർഗം എന്ന നിലയിൽ അതിന്റെ പ്രശസ്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ലോകത്തെമ്പാടുമുള്ള നിക്ഷേപകരും സാമ്പത്തിക വിദഗ്ധരും ഈ മഞ്ഞ ലോഹത്തിന്റെ തിളക്കത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്.